ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഫസ്റ്റ് ഇല്യൂഷൻ ഹൗസ് ആയിട്ടുള്ള തലതിരിഞ്ഞ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ അതായത് കായലോടാണ് ഈ സ്ഥലം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അമ്മക്കും അന്ന് പോയി കണ്ടാലോ? എല്ലാവരും പോകുന്നില്ല, അപ്പോൾ നമ്മളായിട്ട് എന്തിനാ ഓർക്കുന്നത്? അപ്പോൾ അമ്മക്കും പോയി നോക്കാം. നമ്മളിത് ഏകദേശം ഒരു ഈവനിങ് ടൈമാണ് പോകുന്നത്. നിങ്ങൾക്ക് കാലാവസ്ഥ കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര നല്ല കാലാവസ്ഥയാണല്ലേ. വൈബ് കാലാവസ്ഥയാണ്, നല്ല അടിപൊളി സെറ്റ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പോകുന്നതിലൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇതാ നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ച് തലതിരിഞ്ഞ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ലൊക്കേഷനിലെ അപ്സൈഡ് ഡൗൺ ഹൗസ് ഇൻ കേരള കായലോട് അങ്ങനെയൊക്കെയാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ മതിൽക്കെട്ടുകളൊക്കെ കണ്ടു, നല്ല മോഡലായിട്ട് മറ്റേ ഡിസൈനൊക്കെ ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. മോഡലല്ല, ഒരു പഴയ കാലത്തെ ഡിസൈൻ പോലെയൊക്കെ ഒരുപാട് ചിത്രങ്ങളൊക്കെ രചിച്ചിട്ട്. പിന്നെ ഇവിടെ ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും, ഫുൾ ഗ്രീനറിയാണ്. ഒരുപാട് പ്ലാന്റ്സൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കൂടുതലും ഞാൻ കണ്ടത് പ്ലാവും തൈകളാണ്. വലിയ വലിയ പ്ലാവും തൈകളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളതൊന്നും നോക്കിയില്ല. പിന്നെ ഇവിടെയുള്ള ദൂരത്തുള്ള പാർക്കിലായി ശ്രദ്ധ. പിന്നെ വീട് കണ്ടു, വീട്ടിൻ്റെ ഇങ്ങനെ മുഞ്ചൊക്കെ നോക്കി ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നതൊക്കെ അതൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീട്, അതായത് തലതിരിഞ്ഞ വീട്. അങ്ങനെ നമ്മൾ പുറത്ത് കുറച്ച് കാഴ്ചകളൊക്കെ നോക്കി നിന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഈ വീടിൻ്റെ മേൽഭാഗം മടിയിലൊക്കെ ആയപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കായിരുന്നു. പിന്നെ ഇവിടെ ടിക്കറ്റൊക്കെ എടുക്കണം, ഒരാൾക്ക് 100 രൂപയാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ടിക്കറ്റൊക്കെ എടുത്ത് ഇങ്ങനെ എടുക്കാൻ വേണ്ടി സെറ്റാവുകയാണ്. അപ്പം എൻ്റെ കണ്ണിയിലൊന്നുമല്ല പോയത്, എൻ്റെ കണ്ണി കാറിലാണ്. ഈ കാർ ഇങ്ങനെ മേലെ വന്നു. ചിലവരൊക്കെ പറയുന്നത് ഒറിജിനൽ കാറാണെന്ന്, പക്ഷെ ഒറിജിനൽ ആയിരിക്കുമോ ആർക്കറിയാം. എന്നിരുന്നാലും ആ കാറ് ഒറിജിനൽ ആയാലും ഇങ്ങനെ അവിടെ സ്ക്രൂ ചെയ്ത് വെച്ചെന്തോന്നല്ലേ ആർക്കറിയാം. അപ്പോൾ നമ്മളെല്ലാവരും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇതാണ് വീട്. പിന്നെ ഇതാ നമ്മൾ അകത്തേക്ക് കയറാൻ പോവാണ്. എൻട്രി ടിക്കറ്റൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ചെരുപ്പൊക്കെ കഴിച്ചിട്ടിട്ട് വേണം കയറാനെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടിക്കറ്റൊക്കെ കൊടുത്തിട്ടാണ് കയറേണ്ടത്. അങ്ങനെ ടിക്കറ്റൊക്കെ കൊടുത്ത് കയറി ഇങ്ങനെ കുറച്ച് നടക്കുമ്പോൾ പിന്നെ ഇവിടെയുള്ള സ്റ്റാഫ്സൊക്കെ ഇങ്ങനെ നമുക്ക് ഓരോ സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ട് നോക്കൂ കേട്ടോ. മനസ്സിലാകുന്നില്ല, ഇതൊരു കാലി സിലിണ്ടറാണ്, ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ അതിലേക്ക് നോക്കുന്നതാണെങ്കിൽ അതൊരു പെർഫെക്റ്റ് പിക്ചറായിട്ട് മാറി. ഇത് പണ്ട് യുദ്ധത്തിന്റെ ടൈമിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ആർട്ടാണ്. മൂന്നാമത്തെ ലക്കീൻ്റെ ഐഡിയ പറഞ്ഞു കൊടുക്കാൻ മനസ്സിലാവില്ല. അപ്പോൾ രഹസ്യ ചിത്രങ്ങളും വിവരങ്ങളെല്ലാം കൈമാറാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഇവൾ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടും പക്ഷേ എനിക്കൊന്നും തലയിൽ കയറിയില്ല. നിങ്ങൾ മനസ്സിലായിക്കാം എന്താണെന്നറിയില്ല, എനിക്ക് ഇങ്ങനെ പെട്ടെന്നൊന്നും തലയിൽ കയറില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു സംഭവം ഇതുണ്ട്. ഇപ്പുറത്ത് നോക്കുമ്പോൾ കഷ്ണം എന്താണെന്ന് പോലെ തിരിയില്ല. പിന്നെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുമ്പം അതൊരു ഗാന്ധിജി വരുമ്പോൾ അവൾ പറയുന്നത് അത് പസിൽ പോലെയാണെന്നൊക്കെ. പസിൽ പോലെ നമുക്ക് തോന്നുന്നുണ്ടല്ലേ. പിന്നെ ഇതാ മായക്കിണർ, ഇതാണ് മായക്കിണർ. ഇങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് നോക്കുമ്പോൾ അതിനൊരു അറ്റയില്ലാത്ത പോലെ തോന്നും. എന്ത് പറഞ്ഞാലും എൻ്റെ കണ്ണ് ആ ഗാന്ധിജിയുടെ വലത്ത്. അത് നല്ല രസമാണ് കേട്ടോ. അതിൻ്റെ സൈഡിൽ നിന്ന് നോക്കിയിട്ട് മുന്നിലോട്ട് പോകുമ്പോൾ അത് ജോയിൻ്റായിട്ട് വരും. പിന്നെ ആ മായക്കിണർ ഇങ്ങനെ നോക്കുകയാണ്, കാണുമ്പോൾ പേടിയൊക്കെ തോന്നും. ഫോണിൽ തിരിയുന്നില്ല പക്ഷേങ്കിൽ. പിന്നെ ഈ കുട്ടി ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കരയുന്നതായിട്ട് തോന്നും. അപ്പുറത്തെ സൈഡ് പോയി നോക്കിയാലോ അതൊരു ചിരിക്കുന്ന കുട്ടിയായിട്ട് മാറും. നല്ല ഭംഗിയുണ്ടല്ലേ. ഇതും എനിക്കിഷ്ടമായിട്ടുണ്ട്. എല്ലാം നല്ല അടിപൊളിയാണ്, ഓരോന്ന് എടുത്ത് പറയണമെന്നില്ല. പിന്നെ ഇതെന്ന് വെച്ചാൽ ഒരു പെട്ടിക്കകത്തുള്ള ഒരു സംഭവമാണ്. ഇത് ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു സ്ക്വയറായിട്ടും പിന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കിയാൽ ഒരു ട്രയാങ്കിളായിട്ടും നമുക്ക് കാണും. അതും നമ്മൾ വലിയ അത്ഭുതം പോലെ നോക്കിയിരുന്നിരിക്കുവാണ്. പിന്നെ ഏറ്റവും ഫണ്ണി ആയിട്ട് തോന്നിയ സംഭവമാണ് ഈ ഒരു സംഭവം. അവിടെ ഒരു പലമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സെറ്റാക്കിയിട്ടുള്ളതാണ്, മിററാണത്. ആയിട്ട് അതിൻ്റെ സൈഡിൽ നമ്മളിങ്ങനെ കാലും കൈയൊക്കെ ആട്ടുമ്പോൾ നമ്മളിങ്ങനെ പറക്കുന്നത് പോലെ തോന്നും. കേട്ടോ, നല്ല ഫണ്ണി ആയിട്ടുള്ള സംഭവമാണ്. അത് ഞാനും ഹനാനും ലിബയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ഗോസ്റ്റിൻ്റെ പ്ലേറ്റിൽ തലവെക്കണം. അതെനിക്ക് വീട്ടിലെത്തിയപ്പോഴാണ് മനസ്സിലായത് അതാണ്. പക്ഷെങ്കിൽ അതിലോട്ട് എങ്ങനെ കയറുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഈ ക്യാമറ പിടിച്ച് ഇങ്ങനെ വീഡിയോ എടുക്കാറുണ്ടല്ലോ. അങ്ങനെ ഓരോരുത്തരിങ്ങനെ കയറുന്നുണ്ട്. ഞാനിങ്ങനെ ബാക്കിൽ പോയപ്പോൾ അവിടെ ഒരു ഹാളുണ്ട്. അതിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മേലെ കയറിയിട്ടൊരു ഫോട്ടോസൊക്കെ എടുക്കാം. ഇതാണ് ആ ഹോള്. ഞാൻ വലിയ ഫോട്ടോസൊക്കെ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഇതെന്ന് വെച്ചാൽ ഇത് നല്ലൊരു എന്താ പറയുക, ചിരിക്കാൻ ഒരുപാടുള്ളൊരു സംഭവം.
പിന്നെ ദൂരത്ത് നോക്കുമ്പോൾ ഒരു ആളുകൾ പോലും, അടുത്തുനിന്ന് നോക്കുമ്പോൾ 3 പെൺകുട്ടികളെ കാണുള്ളൂ. ഇത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കാറ്റത്ത് ഇങ്ങനെ പാറുന്ന പോലെ തോന്നും. ഇങ്ങനെ തൂങ്ങി നിന്നാൽ മതി, പക്ഷെ ഫോട്ടോയിൽ അത് ഭയങ്കര രസമാണ്, ഫണ്ണി ആയിട്ടുള്ളത്. എനിക്കൊന്നും ശരിയാക്കിയില്ലേ. പിന്നെ ഇതൊരു ഹാഫ് ബോയ് ഹാഫ് പാൻറ് എന്നൊക്കെ പറഞ്ഞത്, കാലിൻ്റെ മേലെയൊക്കെ വെച്ചിട്ട്, അതാണ് സംഭവം തോന്നുന്നു. പിന്നെ ഇത് ഒരു നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, എനിക്കത് ഇഷ്ടമായിട്ടില്ല. എന്താണെന്നറിയില്ല, വലിയൊരു മിറർ ഇങ്ങനെ മേലോട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിത് സർഫേസിലൊരു കവാടോ ഇതൊക്കെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഊരി വീഴുന്ന പോലെയൊക്കെ തോന്നും, പക്ഷെ എനിക്ക് തോന്നിയില്ല. പിന്നെ ഇതാണ് മക്കളെ തലതിരിഞ്ഞ വീട്ടിലെ ബെഡ്റൂം സെറ്റ്. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമായി, എല്ലാം തലതിരിഞ്ഞ് വെച്ചിട്ട്. പിന്നെ അതിൽ ബെഡിൽ നമ്മളിങ്ങനെ കൈ എത്തിപ്പിടിച്ച് വെച്ചിട്ട് ഫോട്ടോ റൊട്ടേറ്റ് ചെയ്താൽ ഇതേപോലെ കിട്ടും. പിന്നെ ഇതാ നമ്മൾ നടന്ന് ഫോറസ്റ്റിലെത്തും. ഇതാണ് ഫോറസ്റ്റ്. അങ്ങനെ കുറച്ച് ഫോറസ്റ്റൊക്കെ ഇങ്ങനെ ചുറ്റിക്കണ്ട്, ഫോറസ്റ്റൊന്നും പറയാൻ പറ്റില്ല, നിലത്തും ചുമലൊക്കെ ഇങ്ങനെ ചിത്രം വരച്ച് വെച്ചിരിക്കുകയാണ്. നിലത്ത് എന്തോ ഒട്ടിച്ച് വെച്ചാന്ന് തോന്നുന്നു, അറിയില്ല. പിന്നെ പൂരീനെ പിടിച്ച് കുറച്ച് ഫോട്ടോസ് എടുത്ത്, കിളീനെ ഫോട്ടോസ് എടുത്ത്, കുരങ്ങനെ പേരെ നിൽക്കില്ല. കുരങ്ങനെ പേരെ നിൽക്കുന്നതിനെ കളഞ്ഞാൽ നമ്മൾ ഒറ്റക്ക് തന്നെ ഫോട്ടോ എടുക്കുന്നില്ലേ, അതുകൊണ്ട് കുരങ്ങനെ പേരെ ഞാൻ നിൽക്കില്ല. അങ്ങനെ ഇതും ഒരു വെറൈറ്റി സംഭവമാണ്. ഒരു രൂപം ഇങ്ങനെ ശില്പം പോലെ ആക്കി വെച്ചത്. നമ്മൾ ഓരോ ആംഗിളിൽ നിന്ന് അങ്ങോട്ടും നോക്കുമ്പോൾ അതിങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് തോന്നും. പിന്നെ ഐ ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്, അവിടെ നിന്നൊരു കുറച്ച് ഫോട്ടോസ് എടുത്തു, ഇവിടെ നിന്നും കുറച്ച് ഫോട്ടോൻ്റെ മംഗല കളിയാണ്. പിന്നെ ഇവിടെ ഒരു ഫ്രെയിം പോലെ ആക്കി തന്നിട്ടുണ്ട്. ബാക്കിലൊരു ഹോളാണ്, അവിടെ നിന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാം. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ നമ്മൾ നേരെ പോകുന്നത് എന്താ പറയുക, ഒരു വലിയൊരു സ്ഥലത്ത്, ഒരു വലിയ ഹാളെന്നൊക്കെ പറയാം. പിന്നെ കുറച്ച് അവിടെ ഒരു പെയിൻറ്റിങ്ങിൻ്റെ സ്തംഭമൊക്കെ വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, വലിയ അക്യൂറൊക്കെ ഉണ്ട്, അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇങ്ങനെ നമ്മൾ എക്സിറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ എത്തുന്നത് ഒരു കഫേയിലാണ്. അവിടുന്ന് ചായയും കടിയൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ ഉള്ളിൽ കഴിയുമ്പോഴത്തേക്ക് തന്നെ കണ്ടു ഇരുട്ടായി. നമ്മൾ നേരത്തെ പോകണം, എന്നാലേ പുറത്തൊക്കെ കഴിഞ്ഞ് കുറച്ചൊക്കെ ഇങ്ങനെ നോക്കാനൊക്കെ കഴിയും. അങ്ങനെ നമ്മൾ തലതിരിഞ്ഞ വീട്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ ബാക്ക് ഒരു സൈഡിലുണ്ട്, അവിടെ സൈഡ് പാർക്ക് കാണിച്ചിട്ടില്ല, ആ തുടക്കത്തിൽ ആ സൈഡിലൊരു വലിയ പ്ലാവുണ്ട്, ചക്ക ഉണ്ട്. ആ ചക്കയാണ് ഇത് ലാസ്റ്റാണ് നമ്മൾ അറിയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റിന് അവിടെ പോയി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇതാണ് നമ്മുടെ വീട്. എന്തായാലും നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇരുട്ടായി പോയതുകൊണ്ട് തന്നെ ഒരു ട്രീ ഹൗസൊക്കെ ഉണ്ടായിരുന്നു, അവിടെ കയറാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാനും ലിബയും കയറിയിട്ടുണ്ട്, ബാക്കി ആരും കയറിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാവരും വിസിറ്റ് ചെയ്യണം വൺസ് ഇൻ എ ലൈഫ്. അതൊക്കെ നമുക്കൊരു മെമ്മറബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ. ഓക്കെ, ബൈ ബൈ.